വമ്പൻ സ്രാവുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ അടുത്ത നടപടി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കണം. കാരണം ഹൈക്കോടതി അല്ലല്ലോ ഇവരുടെ മേലുദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഡി ജി പി ആണ്. ഡി ജി പിയുടെ മീതെ നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതിനും മീതെ കാരണഭൂതനാണ്. മാത്രമല്ല സി പി എമ്മിൻ്റെ വ്യക്തമായ ഇടപെടൽ ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഈ ദേവസ്വം ബോർഡ് കാലാകാലങ്ങളിൽ പണ്ട് 4 വർഷമായിരുന്നു, അത് പിന്നീട് ജി സുധാകരൻ മന്ത്രിയാക്കുമ്പോഴാണ് 2 വർഷമാക്കി കുറച്ചത്. 2 വർഷമാക്കി കുറച്ചത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ കളവിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മുൻ സർക്കാരുകളുടെ കാലത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരുകൾ നിയമിക്കുന്ന ദേവസ്വം ബോർഡുകൾ വലിയ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏത് തലത്തിലും ഏത് തരത്തിലും. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ഒക്കെ ഒന്നുകൂടി നന്നായിട്ട് പറയാൻ പറ്റും. ഈ ശബരിമലയിൽ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നതിൽ വരെ വലിയ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അതൊക്കെ പറയാൻ തുടങ്ങിയാൽ തീരുകയില്ല. വലിയ കൊള്ളയാണ്. ഇതിനു മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്ന ആളുടെ സഹോദരൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് എത്ര വലിയ അതിക്രമമാണ് ചെയ്ത് എത്ര കോടിയുടെ മുതലാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് പത്രത്തിലൊക്കെ വന്നതാണ്. അതിനുശേഷം പുള്ളി തടി സലാമത്താക്കി പോയി. അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിരിക്കും, എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അല്പം കുറവായിരിക്കും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിക്ക് യാതൊരു കുറവ് ഒരു സമയത്തും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ മുരാരി ബാബു എന്ന് പറഞ്ഞാൽ യോഗ്യൻ തന്നെ. അദ്ദേഹം പെരുന്നയിലെ ഒരു തറവാടി നായരാണ്. അത് NSSുമായിട്ട് ബന്ധമുള്ളതാണ്. പെരുന്ന കരയോഗം വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ. അദ്ദേഹത്തെ അവിടെ പെരുന്നയിലുള്ള നല്ലവരായ നായന്മാർ കൂടി ബലം പ്രയോഗിച്ച് രാജിവെപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത്രയും ഒരു തറവാട്ട് മഹത്വമുള്ള ആളാണ് പുള്ളി. നേരത്തെ എൻ ഭാസ്കരൻ നായർ നമ്മുടെ NSSൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന സമയത്താണ് ഇദ്ദേഹത്തെ നിയമിച്ചത്. അന്നത്തെ ചെറിയ ക്ലാസ് 4 ആയിട്ടോ മറ്റോ വന്നാണ്. ഇപ്പോൾ വലിയ ഉദ്യോഗത്തിലെത്തി. ഒരുപാട് സ്വത്തുക്കൾ ഇങ്ങനെ അയ്യപ്പസ്വാമിയെ മറ്റു സ്വാമിമാരെയൊക്കെ കൊള്ളയടിച്ചുണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തിയൊക്കെ പരിശോധിച്ചാൽ ഈ PWDയിലെ ചില എഞ്ചിനീയർമാരെ, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, അതുമല്ലെങ്കിൽ വളരെ കൈക്കൂലിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവരുടെയൊക്കെ നിലവാരത്തിൽ എത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി നോക്കിയാൽ മതി. ഇത് പിടിക്കപ്പെട്ട ഒരു സംഭവമുള്ളൂ. പിടിക്കപ്പെടാത്ത എത്രയോ കൊള്ളകൾ ഇവർ നടത്തുന്നു. ഓരോ ക്ഷേത്രത്തിൽ നിന്ന് എന്തൊക്കെ പേര് പറഞ്ഞ് പണം പിരിക്കുന്നു. ഇപ്പോൾ ശബരിമല തന്നെ വലിയ ഒരു വ്യവസായ കേന്ദ്രമാക്കിയ മറ്റു ആൾക്കാരുണ്ട്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ചില കരാറുകാരും ഒക്കെ ഭയങ്കരമായിട്ട് പണം ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ പിടിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. അയ്യപ്പസ്വാമി നേരിട്ട് ഇറങ്ങിയാൽ പോലും ഈ കള്ളന്മാരെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്ര വലിയൊരു ഓർഗനൈസ്ഡ് ലൂട്ട് എന്ന് പറഞ്ഞത് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. പണ്ട് നെയ്യാറ്റിൻകര സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു മോഷ്ടാവ് ഉണ്ടായിരുന്നു. ഞാൻ BA ഒക്കെ പഠിക്കുന്ന സമയത്താണ്. EK നായനാർ മുഖ്യമന്ത്രിയും TK രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി എന്ന കാലത്ത് നിരന്തരമായിട്ട് ക്ഷേത്രമോഷണം നടന്നിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട മോഷ്ടാവാണ് ഈ സ്റ്റീഫൻ. അദ്ദേഹമാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഊടളക്കി അവിടെ കടന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് ശ്രീകോവിൽ കുത്തിപ്പൊളിച്ച് അവിടെ നിന്നൊരു സ്വർണ്ണ വിഗ്രഹം മോഷ്ടിച്ചത്. പുള്ളി ഏറ്റുമാനൂരപ്പൻ്റെ 7.5 പൊന്നാനെ മോഷ്ടിക്കാനാണ് ചെന്നത്. 7.5 പൊന്നാനെ എവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം തന്നെ ഏറ്റുമാനൂരപ്പനെ ചോദിച്ചു, ഏറ്റുമാനൂരപ്പം 7.5 പൊന്നാനെ എവിടെ ഇരിക്കുന്നത് ചോദിച്ചു. ഏറ്റുമാനൂരപ്പം മറുപടി ഒന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ സ്വർണം കൊണ്ട് കണ്ട ഒരു വിഗ്രഹം പുള്ളി ഇളക്കി പറിച്ച് ഒരു കടലാസിൽ പൊതിഞ്ഞ് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ അന്ന് വിശ്വംഭരൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ DYSP ആണ് അന്വേഷിച്ച് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊടുത്തു. കോടതിയിൽ വന്നപ്പോൾ ഈ സ്റ്റീഫൻ കുറ്റം സംഭവിച്ചു. അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് 7 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. 7 കൊല്ലത്തെ തടവ് കഴിഞ്ഞ് വന്ന സ്റ്റീഫൻ മാനസാന്തരപ്പെട്ടു. അത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ എവിടെയോ ഉണ്ട്. മാനമര്യാദയായിട്ട് സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈ സ്റ്റീഫൻ എത്ര മാന്യനായിരുന്നു. നമ്മളിപ്പോൾ അദ്ദേഹത്തെ കാണണമെങ്കിൽ 2 കൈയും കുപ്പി തൊഴും. കാരണം ഈ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് മെമ്പർമാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഫ്രോഡുകളും മുരാരി ബാബുവിനെ പോലുള്ള സ്കൗണ്ടറൽസും എല്ലാം കൂടി ചേർന്ന് അവിടെ നടത്തുന്ന കൊള്ള വെച്ച് നോക്കുമ്പോൾ പാവ സ്റ്റീഫൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ആകെ ചെയ്തത് എന്താണ്? ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഓടളക്കി അവിടെ നിന്ന് ഒരു സ്വർണ്ണ വിഗ്രഹം എടുത്തുള്ളൂ. എത്രയല്ലേ ചെയ്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ നമ്മൾ വല്ല വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കണം മാർപ്പാപ്പയുടെ അടുത്ത വരവിന്. ഇതുപോലത്തെ കള്ളന്മാരാണ്, ഇതുപോലത്തെ കൊള്ളരാത്തവന്മാരാണ്, ഫ്രോഡുകളാണ് ഈ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കൊച്ചി ദേവസ്വത്തിൽ സംഭവിക്കുന്നത്. അവിടെ പിന്നെ ഇത്ര ആസ്തി ഇല്ലാത്തതുകൊണ്ട് ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ നിന്നൊക്കെ കൈയിട്ട് വരാൻ പറ്റുന്നത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കൊള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദേവസ്വങ്ങളിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. മലബാർ ദേവസ്വത്തിൽ ഇതിന് ഭാഗത്തിന് വരുമാനമില്ലാത്തതുകൊണ്ടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം നോക്കിയാൽ മതി, അവിടെ നടക്കുന്ന കൊള്ളതായ്മകൾ വേണമെങ്കിൽ നമുക്ക് വേറെ ദിവസം ചർച്ച നടത്തിയാൽ എനിക്കറിയാവുന്നിടത്തോളം ഞാൻ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാർ നടത്തുന്ന അഴിമതിയെ പറ്റി നമുക്കറിയാം അല്ലേ. ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന കൈക്കൂലിയെക്കുറിച്ചും മറ്റ് അഴിമതികളെക്കുറിച്ചും നമുക്കറിയാം. പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പോലീസിലുള്ള കൈക്കൂലിയെ പറ്റിയും നമുക്കറിയാം. അതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്.
പക്ഷേ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമങ്ങൾ, അഴിമതികൾ, പകൽക്കൊള്ള, ഇത് യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. ഇപ്പോൾ ഇതിലേക്ക് കൂടി ആളുകളുടെ ശ്രദ്ധ വന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് പറയാവുന്ന ഒരു ഗുണം എന്ന് ഞാൻ വിചാരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.